നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് മറച്ചു വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, അവരുടെ സിറ്റുവേഷൻ എന്താണ് മറച്ചു വയ്ക്കുന്നത്, അത് എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് അവർ മറച്ചു വയ്ക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചേക്കുന്ന കളേഴ്സ് യെല്ലോ, ഗ്രീൻ, ബ്ലൂ. യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഈ 3 കളേഴ്സാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഓറക്കൽ മെസ്സേജ് നോക്കും. നമുക്ക് യെല്ലോവിൽ നിന്ന് തുടങ്ങാം. ഞാനപ്പോൾ ഓറക്കൽ മെസ്സേജിലേക്കാണ് പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്ത ഒരു ഓറക്കൽ മെസ്സേജ് ഞാനത് പ്രാർത്ഥിച്ചതാണ്. ഈ തൊണ്ടയ്ക്കൊരു പിടുത്തം പോലെ. മഞ്ഞ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. മഞ്ഞ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ്. ഓക്കെ, സാക്രിഫൈസ്. നമ്മളിത് എൻ്റെ റീഡിങ് റെഗുലറായിട്ട് കാണുന്നവർക്ക് ഈ സാക്രിഫൈസിൻ്റെ അർത്ഥം അറിയായിരിക്കും. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്യജിക്കുക, നമ്മൾ വേണ്ടാന്ന് വെക്കുക. അത് എങ്ങനത്തെ സാധനം? സാക്രിഫൈസ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ഫാമിലി ഓർ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി. ഒരു കാര്യം നമ്മൾ ത്യജിക്കുന്നത് നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയോ, നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്ന ഒരു കാര്യം, പക്ഷേ നമ്മളുടെ ഫാമിലിക്കും നമ്മളുടെ കമ്മ്യൂണിറ്റിക്കും കൊള്ളില്ല. ഓൾദോ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു മേക്ക് ദിസ് സാക്രിഫൈസ്. ഇത് സാക്രിഫൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഇത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളിത് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാർഡ്. ഇനി നമ്മൾ എടുത്ത കാർഡ് ത്രോട്ട് ചക്ര, പ്യൂരിഫൈങ് എവറിത്തിങ് ദാറ്റ് എൻറ്റേഴ്സ് യുവർ ബോഡി. അപ്പോൾ ത്രോട്ട് ചക്രം വഴി ഉള്ളിൽ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കയറുന്നത് ത്രോട്ട് ചക്ര വഴിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് നമ്മൾ വിഷം ആയിട്ട് മാറാവുന്ന ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളെടുക്കുന്ന വായുവും വെള്ളവുമൊക്കെയാണ് നമ്മളുടെ ശരീരത്തിൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് നല്ല എനർജി അല്ലെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നല്ല എനർജി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, പ്യൂരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞത്. പിന്നെ ത്രിശൂലാണ് പവർ. ത്രിശൂലം അതിന് ഭയങ്കര പവറാണെന്ന് പറയുന്നത്. നമ്മളുടെ ഈഗോയിന്നും നമ്മളുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിന്നെ നമ്മളുടെ തോന്നലുകളിൽ നിന്നെല്ലാം നമ്മളെ വിടുതൽ ചെയ്യാനായിട്ട് ത്രിശൂലത്തിൻ്റെ ശക്തിയാണ്, ത്രിശൂലമാണത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സിംബോളിസമാണത് എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാണല്ലോ ക്രൂരന്മാരെയും ദുഷ്ടന്മാരെയും അസുരന്മാരെയും എല്ലാം ശിവഭഗവാൻ മഹാദേവൻ ഇല്ലായ്മ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് urges you to harness the power of knowledge to gain wisdom. അപ്പോൾ നമ്മൾക്ക് അറിവ് നേടണം. എന്തിന്? ജ്ഞാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആൻഡ് എംബ്രേസ് എ പാത്ത് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി നമുക്ക് ജ്ഞാനം അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറിവ് നേടുക എന്നതാണ്. അജ്ഞാനം അകറ്റി ജ്ഞാനം നമ്മൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ത്രിശൂലം, പവർ കേട്ടോ. പിന്നെ ലവ് ആൻഡ് ഹാർമണി അവൈറ്റ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സോൾമേറ്റുമായിട്ടുള്ള സമാധാനവും സന്തോഷവുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ടോക്സിസിറ്റി. നിങ്ങളുടെ ജീവിതത്തിലുള്ള ടോക്സിസിറ്റി നിങ്ങൾ അകറ്റണം.
ബോഡി സോൾ ടോക്സിസിറ്റി മാറ്റണം. പിന്നെയുള്ളത് ഫാമിലിയാണ്. ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്, അല്ലാതെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അതും വേണം. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാർക്കൊക്കെയാണോ കേൾക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു, അത് സ്പിരിച്വൽ മെസ്സേജസ് ആയിരുന്നു. ഇനി ഭൗതികമായ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ശത്രുക്കൾ വരുന്നു, ഭാര്യയെ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെയാണ്. അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണണം, അങ്ങനെയൊക്കെയാണ് ഇത് കാണിക്കുക. ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ, നെടുവീർപ്പിടുക, അങ്ങനത്തെ ഇതൊക്കെ കാണിക്കുക. ലോയൽറ്റി ഉണ്ടോ, കള്ളത്തരമുണ്ടോ, ഇതൊക്കെയാണ് കാണിക്കുക. ഇതെടുക്കുക അല്ലേ, ഇതങ്ങനെ മറിഞ്ഞതാണ്. സ്കോളർ, അറിവ്, അതാണ് അറിവെന്ന് പറഞ്ഞത്, ജ്ഞാനം. തൃശൂലത്തിൻ്റെ കാര്യം പറഞ്ഞത് സ്കോളർ. പിന്നെ സർപ്രൈസ്, നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് എന്തോ ഒരു കാര്യം, നല്ലൊരു കാര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്, വളരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യം. ലോർഡ്, ഇത് ചിലപ്പോൾ നിങ്ങൾ വളരെ അധികം ജന്മി എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളും എല്ലാം മേടിച്ച് കൂട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവാം നിങ്ങൾക്ക്. പിന്നെ ഡോക്ടർ, ഇത് സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന കാർഡുകളിലൊന്നാണ് ഡോക്ടർ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു ചെക്കപ്പിന് പോകുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ്. വൈഫ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാർഡ്സ് തന്നെ വന്നേക്കുന്നത്. വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ ശ്രദ്ധിക്കുക, കുഞ്ഞുമുണ്ട്. പിന്നെയുള്ള ഹോപ്പ്, ഒരു എന്താ പറയുക, പ്രത്യാശ, എപ്പോഴും പ്രത്യാശ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. മെസ്സഞ്ചർ, എന്തോ മെസ്സേജ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ. പിന്നെ മെലൻകളി, അപ്പോൾ ഭയങ്കരമായ സങ്കടം ആർക്കും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെസ്സഞ്ചറും ലെറ്ററും. ചിലപ്പോൾ മെസ്സഞ്ചർ ചിലപ്പോൾ ഒരാളെ നേരിട്ട് വരുന്നെന്ന് പറയുമായിരിക്കും. ലെറ്റർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, കോൾസോ മെസ്സേജസോ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഹോട്ടിനെസ്, ഇത്തിരി ഒരു അഹന്തയുള്ള ഒരാളുണ്ട്. ഒരു വെഡ്ഡിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരുടെയൊക്കെയോ വിവാഹം നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൊരു തീരുമാനമാകാൻ പോകുന്നുണ്ട്, കല്യാണ നിശ്ചയമോ അങ്ങനെ എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് മറച്ചു വയ്ക്കുന്നത് എന്നുള്ള റീഡിങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത് ആദ്യം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, ഇപ്പോൾ എന്ത് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ? ഓക്കെ, ഓൾറെഡി ഒരു കാർഡ് മറിഞ്ഞു. ഇത്തിരി ഗൗരവത്തിലാണ്, നിങ്ങളുമായിട്ട് അധികം അങ്ങോട്ട് സംസാരിക്കുന്നില്ല, കാര്യങ്ങളൊന്നും വിട്ടു പറയുന്നില്ല, എല്ലാം ഒരു മറച്ചു വെച്ചിട്ടാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഭയങ്കര എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആരും ആ പേഴ്സൻ്റെ കാര്യങ്ങളിൽ കൈകടത്തുന്ന, മീൻസ് കാര്യമില്ലാതെ അഭിപ്രായം പറയുന്നതോ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. അങ്ങനെയുള്ളൊരു എനർജിയാണിത്. അപ്പോൾ പേഴ്സണ് ക്ലിയറായി എന്നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഇതൊക്കെയാണ്, ഇങ്ങനത്തെ അല്ലാതെ ഇതൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ വളരെ ക്ലിയറായ ബൗണ്ടറീസ് വെക്കുന്ന ഒരാളാണിത്. പിന്നെ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്, കള്ളത്തരമല്ല, നേരെ വാ നേരെ പോ, മനസ്സിൽ തോന്നുന്നത് തുറന്ന് പറയുന്ന ആളാണ്. തല കൊണ്ട് ചിന്തിക്കുന്ന ആളാണ്, മനസ്സുകൊണ്ടല്ല, ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ തല കൊണ്ട് ചിന്തിക്കുന്ന ഒരാളാണ്. വളരെ ക്ലിയറായ ചിന്തകളുള്ള ഒരാളാണ്, മനസ്സിലായി. പിന്നെ അതുപോലെ വളരെ കണ്ടാൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതറിഞ്ഞു പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണിത്. ഇമോഷണൽ അല്ല, ഇവിടെ ഇമോഷൻ്റെ കാര്യം പറയുന്നില്ല. ഈ ഒരു എനർജിക്ക് ഇമോഷൻസ് വളരെ കുറവാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരിപ്പം അമ്മയാണ്, അച്ഛനാണ്, അവരാണ് തെറ്റിയത്, അതൊന്നും പ്രശ്നമല്ല. ആരായാലും, മക്കളായാലും, ബ്ലഡ് റിലേഷൻഷിപ്പ് ആയാലും, വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്, തെറ്റ് ചെയ്താൽ തെറ്റാണ് ചെയ്തത് എന്ന് മുഖത്ത് നോക്കി പറയാൻ തക്ക ധൈര്യമുള്ള, അല്ലെങ്കിൽ അത്ര സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നീ ചെയ്ത തെറ്റാണ് എന്ന് പറയാനുള്ള ഗട്ട്സ് ഉള്ള ഒരാളാണിത്. അപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്, അതുപോലെ ഇതെല്ലാം റിവേഴ്സാണ്. അപ്പോൾ ഹാങ്ഡ് മാൻ, എന്തോ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റഡ് ആണ് ഈ പേഴ്സൺ. ഓക്കെ, എന്നുവെച്ചാൽ എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ ഇൻവെസ്റ്റഡ് ആണെന്ന് വെച്ചാൽ അതിനകത്ത് ഇൻവോൾവ് ആണ്, കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ്, അതിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഈ പേഴ്സൺ, അതിനെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പേഴ്സൺ തന്നെത്താനെ ആലോചിച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തും.
ആരോടും അഭിപ്രായം ചോദിക്കാത്ത ഒരു എനർജിയാണിത്. ആരോടും വളരെ പേഴ്സണലായ കാര്യമാണിത്. ഇപ്പോൾ വളരെ പേഴ്സണലായ കാര്യം മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുകയോ അവരോട് അഡ്വൈസ് ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല ഈ പേഴ്സൺ. അങ്ങനത്തെ വളരെ സ്ട്രോങ് ആയ ഒരു ക്യാരക്ടറാണിത്. ആരുടെയും ഹെൽപ്പ് എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ, ചിലപ്പോൾ അത് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതായിരിക്കാം. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതൊരു സെൽഫ് സബട്ടാജിങ് എനർജി. സെൽഫ് സബട്ടാജിങ് എന്ന് പറയാൻ പറ്റില്ല, പെരുമാറ്റം കൊണ്ട് ഭയങ്കര ഇമ്പൾസീവായ ഒരു എനർജിയാണ്. അപ്പോൾ ഭയങ്കര അംബീഷ്യസ് ആണ്, മനസ്സിലായോ? എന്ത് കാര്യം വിചാരിച്ചാലും ഈ പേഴ്സൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന ഒരു എനർജിയാണിത്, മനസ്സിലായോ? അപ്പോൾ വിശ്വാസങ്ങൾക്ക് വേണ്ടി പോരാടാൻ ധൈര്യമുള്ള ഒരു എനർജിയാണിത്. ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും ഈ പേഴ്സണ്. അപ്പോൾ ഈ പേഴ്സണ് കുറേ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി, ഇഷ്ടംപോലെ ചോയ്സസ് ഉള്ള ഒരാളാണ്. നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. ഈ 7 of Cups എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ആണ്, ചോയ്സസ് ആണ്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ അംബീഷ്യസ് ആയ, ജയിച്ചേ പറ്റുള്ളൂ, ആ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ധൈര്യമുള്ള ഒരാളാണ്. ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. വളരെ സെൽഫിഷ് ആയൊരു എനർജിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ തീ പോലെയാണ്, തീ ആളിക്കത്തും കെട്ടടങ്ങും. ഫ്യൂല് കിട്ടിയില്ലെങ്കിൽ തീ കെട്ടടങ്ങും, അങ്ങനെയാണ്. അപ്പോൾ വളരെ എന്താ പറയുക, നൈമിഷികമായ ഒരു എക്സൈറ്റ്മെൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഈ എനർജി കേട്ടോ. ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യും. ഇതാരാണിത്? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പക്ഷെ വേറെയാണ്. ഇത് വേറൊരാളാണ്, പുറത്തുള്ള ആരോ ഒരാളാണ്. റിവേഴ്സ് വരുന്നതാണ്. ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൈസയോട് ഒത്തിരി ആർത്തിയുള്ള ഒരാളാണ് 4 of Pentacles. എന്നുവെച്ചാൽ പൈസയുടെ പുറകെ ഓടുന്ന, പൈസയ്ക്ക് ഭയങ്കര പിശുക്കുള്ള ഒരാൾ. അപ്പോൾ പൈസ എങ്ങനെയെല്ലാം ഉണ്ടാക്കാം എന്ന് എപ്പോഴും, അതാണ് ഓപ്ഷൻസ് കാണിക്കുന്നത്. പൈസ ഏത് വഴിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന Ace of Pentacles. എനിക്ക് ആരെങ്കിലും കുറച്ച് പൈസ വെറുതെ തന്നിരുന്നെങ്കിൽ. അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമുള്ള ഒരാളാണ്. ഇവിടെ എല്ലാം പൈസയാണ്, അതിനുള്ള ഓപ്ഷൻസാണ്. പല ഓപ്ഷൻസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഏത് വിധേനയും പൈസ ഉണ്ടാക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈ പേഴ്സൺ പല സിറ്റുവേഷൻസും ട്രൈ ചെയ്ത് നോക്കും. ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുക്കാനായിട്ട് പേഴ്സൺ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇതിലാണ് ഇരിക്കുന്നതെങ്കിൽ, ചില കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കും വളരെ ചെറിയ പലിശയിൽ. മനസ്സിലായി? അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണ്. പുറത്തുള്ളവരിൽ നിന്നുള്ള ഒരു സഹായവും ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ എടുക്കേണ്ടാത്ത വിധത്തിലാക്കിയെടുക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും രണ്ട് നൈറ്റാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ സ്ലോ ആയിട്ടാണ് പ്രോഗ്രസ്. ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ പേഴ്സണ് പൈസ ഇഷ്ടം പോലെ വേണം. അപ്പോൾ ഫ്രണ്ട്സിനോടെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഇവിടെ ഒരു ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ക്വീൻ ഓഫ് വാൻഡ്സിന് 2 of Cups. ഈ ക്വീൻ ഓഫ് വാൻഡ്സ് ഈ പേഴ്സണുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര അട്രാക്റ്റഡ് ആണ് ക്വീൻ ഓഫ് വാൻഡ്സിന്. അപ്പോൾ ഈ സിറ്റുവേഷൻ മുഴുവനും ഇവരെ എന്താ പറയുക, കയ്യിലാക്കാൻ അല്ലെങ്കിൽ ഇവരെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഒരു വിക്ടറി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്നേഹം വിജയിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആയിരിക്കാം ഇത്. നിങ്ങളാണോ തേർഡ് പാർട്ടി ആണോ? ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്.
പക്ഷേ ഇവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര എന്താ പറയുക, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള, വളരെ ഉള്ളിൽ വളരെയധികം ഇൻസെക്യൂരിറ്റീസ് ഉള്ള, എന്നാൽ പുറമെ നേരെ ഓപ്പോസിറ്റ് കാണിക്കുന്നത്. അപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്, ഇവർ കാര്യപ്രാപ്തിയുള്ള ആളാണ്. പക്ഷേ ആക്ച്വലി കാര്യപ്രാപ്തി ഒന്നുമില്ല, ഈ പുറംപോച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കുറേ അധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കുള്ള ഇവരുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇതുവരെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനായിട്ടാണ് എൻ്റെ പോലെ തന്നെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് വെച്ചേക്കുന്നത്. ഇത് നിങ്ങളാണെങ്കിൽ കൊള്ളാം, നിങ്ങളല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് ഈ ടെൻഷൻ മുഴുവൻ ഈ പേഴ്സൺ എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? നമുക്ക് നോക്കാം. സീക്രറ്റ്സ്. പേഴ്സൺ സീക്രട്ടായിട്ട് വെച്ചേക്കാണ് ഈ കാര്യം. ഒരു എംപ്രസ് ഉണ്ട്. എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ഒരു ഗ്രോത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രെങ്ത്ത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഇതാണ്, ഈ പേഴ്സൺ രണ്ടും കൽപ്പിച്ച് ഈ സിറ്റുവേഷനിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവരോട് ഭയങ്കര ആരാധനയാണ്. ഇവരെ കാണാൻ മോശമില്ലാത്ത, ആണായാലും പെണ്ണായാലും മോശമില്ലാത്ത, വളരെ എനർജറ്റിക്കായ, നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, പക്ഷേ ഇത് ശരിക്കും ഒരു അറ്റൻഷൻ സീക്കറാണ്. മറ്റുള്ളവരുടെ അറ്റൻഷൻ എപ്പോഴും എന്നിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന, വളരെ ഇൻസെക്യൂറായ എനർജിയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന ഇവരൊരു എംപ്രസ് ആണെന്നാണ്. ഇവരെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പെഡസ്റ്റലിൽ വെച്ചിട്ട്, ഒരു സ്റ്റൂളിൽ കയറ്റി വെച്ചിട്ട് അവരിങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവരെക്കുറിച്ച് ശരിക്കും അറിയില്ല. ഈ കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്. വളരെ തത്രപ്പെട്ടാണ് മറച്ചു വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ഒരു തരത്തിലും അറിയരുത്. അപ്പം നിങ്ങളോട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ടാകും ഈ പേഴ്സൺ. നിങ്ങൾ ഒരു തരത്തിലും ഈ സീക്രറ്റ്സ്, നിങ്ങളുടെ പേഴ്സൺ മറയ്ക്കുന്ന ഈ സീക്രറ്റ്സ് അറിയും. ഇവിടെയും സീക്രട്ട് എംപ്രസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എംപ്രസിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർ ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സൺ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വളരെ ധനികനായ അല്ലെങ്കിൽ ധനികയായ ഒരു എനർജിയാണ്. വർക്കഹോളിക്കാണ്. ഏത് നേരവും ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ, പൈസയ്ക്ക് പുറകെ ഓടുന്ന ആൾ, വേറെ കാര്യങ്ങൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാൾ. ആ എനർജിയും ഒരു എംപ്രസ്സും. അപ്പോൾ എംപ്രസ്, നമ്മൾ ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ടാമത് കല്യാണം കഴിച്ചത്? വെച്ചാൽ അയാൾക്ക് ആദ്യം ഒരു വൈഫുണ്ട്. അയാളുടെ കഷ്ടകാല സമയത്ത് എന്നുവെച്ചാൽ ചീത്ത സമയത്ത് അയാളെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു. ചീത്ത സമയത്ത് അയാളുടെ ചീത്ത അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അയാൾക്ക് പൈസയൊന്നും അധികം ഇല്ലാതിരുന്ന സമയത്ത് അയാളുടെ കല്യാണ സമയത്ത് അയാളെ വീട്ടുകാരൊരു സ്ത്രീയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ അയാൾക്ക് പേരും പ്രശസ്തിയായി. അയാൾ വലിയ സിനിമാ നടനായി, ഇഷ്ടംപോലെ പണമായി. അപ്പോൾ അയാൾ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് മറ്റേവരെ ഉപേക്ഷിച്ചിട്ട്, അവരെ ഉപേക്ഷിച്ചിട്ടില്ല, അവർ ഇവരുടെ കൂടെ ഉണ്ട്, എന്നാലും രണ്ടാമതൊരു വിവാഹം കഴിച്ചതെന്ന് വെച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ, കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിൽ ഇയാളോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവരെ പോലത്തെ ഒരു സ്ത്രീ മതിയായിരുന്നു. പക്ഷേ അയാളുടെ നല്ല കാലത്തിൽ അയാൾക്ക് നാട്ടുകാരെ കാണിക്കാനും അയാളെ കൊണ്ടു നടക്കാനും എല്ലാം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ആ സ്റ്റേറ്റസിന് എന്തിനേ ഹോണടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്ന വണ്ടികൾ ഒരു വണ്ടിയില്ല ചുറ്റും. എന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അയാളുടെ നല്ല സമയത്ത് അയാൾക്ക് അയാൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ കൂടെ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് ലുക്കും സ്റ്റൈലും ഉള്ള ഒരാളെ വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അയാൾ ചെയ്ത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇയാൾ എന്ത് പണിയെ കാണിച്ചത് നമ്മൾ ആലോചിക്കും അല്ലേ? അപ്പം അതുപോലത്തെ സിറ്റുവേഷനാണ് ഇപ്പോൾ. ഇയാളുടെ പേരും പ്രശസ്തിയും നിങ്ങളുടെ പേഴ്സണൽ നിറയെ പൈസയും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണ് ചേർന്നത് ഒരു എംപ്രസ് ആണ് എന്നൊരു വിചാരം ഈ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സീക്രട്ടാണ് ഈ പേഴ്സൺ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ എംപ്രസിനെ സ്വന്തമാക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എംപ്രസിനോടൊരു കോമ്പറ്റീഷൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സണൽ ഫ്രണ്ട്സൊക്കെ ഈ പേഴ്സണെ ഇതിനകത്ത് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഒരു തരത്തിലും പിന്തിരിയാനായിട്ട് പ്രിപ്പയർഡ് അല്ല. ഈ പേഴ്സൺ ഇതിനെ സ്വന്തമാക്കണം തന്നെയാണ്, പിന്നെയും സീക്രട്ടായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് മാക്സിമം കൺട്രോൾ ചെയ്യും. നിങ്ങളെയും കൺട്രോൾ ചെയ്യണം, പേഴ്സൻ്റെ ഫ്രണ്ട്സിനെ കൺട്രോൾ ചെയ്യണം. പേഴ്സൺ ഫേമസ് ആണെങ്കിൽ ആ പേഴ്സണെ കുറിച്ച് അറിയാവുന്ന നിങ്ങളെ തമ്മിൽ അറിയുന്ന ആളുകളും നിങ്ങളോടൊന്നും പറയാൻ പാടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും കൺട്രോൾ ചെയ്ത് ഈ പേഴ്സണ് ഇവരോടുള്ള ഇത്രയുമുള്ള ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അട്രാക്ഷനാണ്. സ്നേഹമല്ല, ഒരു അട്രാക്ഷനാണ് ഇവരോട്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് കാണിക്കുന്നത്. കാരണം ഇവരാണ് ബെസ്റ്റ്, എനിക്ക് ചേരുന്നത് ഇവരാണ് എന്ന്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വളരെ വളരെ കാര്യമായിട്ട് ആലോചിച്ച് എനിക്ക് പറ്റിയത് ഈ എംപ്രസ് തന്നെയാണ് എന്ന് എംപ്രസിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ആ ഡൗട്ട് നിങ്ങൾക്ക് അത് സത്യമാണ് എന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സൺ നന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മറച്ചു വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് പേഴ്സൺ മറച്ചു വയ്ക്കുന്നത്? എന്താണ് കാര്യം? മറച്ചു വയ്ക്കാൻ കാര്യം എന്താണ്? മറച്ചു വയ്ക്കാൻ കാര്യം എന്താണ്? ഓക്കെ, ഭയങ്കര സ്നേഹമാണ് തേർഡ് പാർട്ടിയോട് കേട്ടോ. പിന്നെ ഇവർ നേരത്തെ പരിചയമുള്ള രണ്ടുപേരാണ്, വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാർ. നിങ്ങളെക്കാളും മുമ്പേ ഈ പേഴ്സണ് ഇവരുടെ പരിചയമുണ്ട്. അപ്പോൾ അന്ന് ഈ സിറ്റുവേഷൻ നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പോൾ അതിനുള്ളൊരു ചാൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിങ്ങളുടെ പേഴ്സൺ അവരുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അന്ന് നടക്കാത്തതിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. എന്തോ ഒരു കാര്യവശാൽ ഇത് നടന്നില്ല. ആ സമയത്ത് കല്യാണം അല്ലെങ്കിൽ ഇവരുടെ ഒരു കൂടിച്ചേരൽ നടന്നില്ല. അതിൽ അവർക്ക് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിയാവും, മനസ്സിലായി? ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് വരും നിങ്ങളുടെ ഇടയിൽ. അത് ഒബ്വിയസ്ലാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതുകൊണ്ടാണ് നിങ്ങളോട് മറച്ചു വെക്കാത്തത്, സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാകും, വലിയൊരു സീനാകും എന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ അത് സമയമാവുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പോഴേ പ്രശ്നം ആക്കണ്ട എന്ന് വിചാരിച്ചാണ് നിങ്ങളിൽ നിന്ന് മറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ തുടക്കമായിട്ടുണ്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയോ വെച്ച് ഇവരെവിടെയോ ഉണ്ടെന്ന് ആരെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ തുടങ്ങിയൊരു ഐഡിയ രൂപപ്പെട്ട് വരികയാണ് മനസ്സിൽ കേട്ടോ. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Gemini, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Libra, Taurus, Virgo, Capricorn, Cancer, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn. കുറേ പൈസയുടെ കളിയുണ്ട് ഇവിടെ. പൈസ എന്ന് പറയുമ്പോൾ പൈസീസും ആണ്. Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Leo, Libra, Taurus, Cancer. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓറക്കൽ മെസ്സേജ് വന്നതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അത് വേണമെങ്കിൽ നിങ്ങളൊന്നും കൂടെ അതൊന്ന് ഓർത്ത് വെച്ചോളൂ, നിങ്ങളുടെ ഓറക്കൽ മെസ്സേജസ് എന്താണെന്ന്. അപ്പോൾ ആർക്കൊക്കെയോ ഇത് ആക്യുറേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയാണ് ആദ്യത്തെ റീഡിങ്. ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോകുന്നു. ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഭഗവാനെ. നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലരോട് സഹതാപം തോന്നും അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സഹതാപമാണോ തോന്നുന്നുണ്ടത്? നമുക്ക്
എന്തെങ്കിലും സഹതാപം തോന്നിയിട്ട് കാര്യമില്ല. സഹതാപം എന്ന് പറഞ്ഞാൽ തോന്നുന്നത് നമ്മളെക്കാളും താഴെയാണ് മറ്റുള്ളവരെന്നും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ സഹതാപം വരുന്നത്. അപ്പോൾ നമ്മൾ സഹായമാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ സഹായം ചെയ്യുക അവർക്ക്. പിന്നെ ചെയ്യേണ്ടത് ദൈവത്തിനോട് നന്ദി പറയണം. നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിലല്ലല്ലോ ഭഗവാനെ, അല്ലേ? ഞാൻ എപ്പോഴും അതാ ഓർക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ എന്നോട് തന്നെ, ദൈവം അപ്പോൾ എന്തോരം കരുണയുള്ളവനാണ് എന്നോട് എന്നാണ് എനിക്ക് തോന്നാറ്. അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുകയും ചെയ്യുക കേട്ടോ. അല്ലാതെ സഹതപിച്ചോ, അയ്യോ പാവം അവരുടെ കാര്യം അറിഞ്ഞോ, ഇവർ 4 പേരോട് പറഞ്ഞു, അത് കൊള്ളില്ലാത്തൊരു പരിപാടിയാണ്. 4 പേരെ വിളിച്ച് പറയാം, നിനക്കറിയാമോ അതൊരു എൻജോയ്മെൻ്റാണ്, എൻ്റർടൈൻമെൻറ്റാണ്. അതങ്ങനെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റായിട്ട് കാണാൻ പാടില്ല. ടി വിയിലും അതുതന്നെയാണ്. ടി വിക്കാർ മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എൻ്റർടൈൻമെൻറ്റായിട്ട് മാറ്റും. അതുകൊണ്ടാണല്ലോ നമ്മളിരുന്ന് കാണുന്നത്. ഓറക്കിൾ മെസ്സേജ് വന്നേക്കുന്നത് സീസ് ദ മൊമെൻറ്റ് എന്നാണ് പറയുന്നത്. എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. ആരോ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം. ഇപ്പോൾ നിങ്ങളുടെ പ്ലാനുകൾ പ്രാവർത്തികമാക്കാം എന്നാണ് ഓറക്കിൾ മെസ്സേജ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണത്. പിന്നെ ഇനി ഭൗതികമായ മെസ്സേജ് നോക്കാം. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ, ആരോടെങ്കിലും പ്രപ്പോസ് ചെയ്യാനോ, ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സമയമായിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനോ എന്തെങ്കിലും, ഒരു കാലം കൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ 2 കാർഡ്സാണ് പറയുന്നത്. ഒന്ന് ഒരു എനിമിയാണ്, 2 ഒരു ഓൾഡ് വുമൺ ആണ്. ഇത്രയും കാർഡ്സ് ഉണ്ടെങ്കിലും ചില കാർഡുകൾ മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം വരുന്നേ ഇല്ല. ഇഷ്ടംപോലെ കാർഡ്സ് ഉണ്ട് അതിനകത്ത്. എന്തായാലും ഓൾഡ് വുമൺ ഒരു കാർഡ്, പിന്നെ ഉള്ളത് ഒരു എനിമി. ഇനി ഈ ഓൾഡ് വുമൺ നിങ്ങളുടെ ശത്രുവാണോ എന്നെനിക്കറിയില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. അല്ലെങ്കിൽ ശത്രുവിനെ കുറിച്ച് ഓൾഡ് വുമൺ നിങ്ങളോട് പറയുമോ, അതുമാവാം. ഓൾറൈറ്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഈ പേഴ്സൺ എന്തോ ഒരു മനസ്സിൽ എന്തോ ഒരു കാര്യം ഭയങ്കര ഭാരമായിട്ട് വരുന്നുണ്ട്, മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അത് ഭയങ്കര ഭാരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു എന്തോ ഒരു പണത്തിൻ്റെ കാര്യമാണ്. ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പേഴ്സൺ എന്തോ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചിട്ട് കുറേ പ്ലാൻസ് ഉണ്ട്, അതെല്ലാം മറച്ചു വെച്ചേക്കാണ് പേഴ്സൺ കേട്ടോ. ആരോടും പറയുന്നില്ല. അപ്പോൾ അത് ആർക്കോ വീതിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ, ഭർത്താവ്, മക്കൾ, അങ്ങനെ ഇഷ്ടംപോലെ ഈ പേഴ്സൻ്റെ ചുറ്റും ആളുകളുണ്ടാവും. ആർക്കൊക്കെ ഇത് വീതിച്ച് കൊടുക്കണമെന്നറിയില്ല. അപ്പോൾ അത്രയും അധികം ഉണ്ടാവില്ല, വളരെ തുച്ഛമായ എന്തോരാണ്. പക്ഷേ ആർക്കെങ്കിലും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ അതാണ് ഈ പേഴ്സൺ മറയ്ക്കുന്നത് നിങ്ങളിൽ നിന്ന്. നമുക്ക് നോക്കാം. ആണെന്ന് വിചാരിക്കുന്നു. ഇതൊരു ബേർഡനാണ് ഈ പേഴ്സൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ പേഴ്സൻ്റെ എനർജി കേട്ടോ. ഈ പേഴ്സണ് ഇത്രയും വലിയൊരു പൈസ കിട്ടിയിട്ടുണ്ട്, ഇത് എന്ത് ചെയ്യണം, ആർക്ക് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ആർക്കും ഓഫർ ചെയ്യണം എന്നുണ്ട്, പക്ഷേ കുറേ പേരുണ്ട് ഈ പേഴ്സൻ്റെ ചുറ്റും. അപ്പോൾ അതെന്ത് ചെയ്യണം എന്നൊരു ചിന്തയുണ്ട് പേഴ്സണ്. ചാരിറ്റിക്ക് കൊടുക്കണോ, വീട്ടുകാർക്ക് കൊടുക്കണോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ പല ചിന്തകൾ ഈ പേഴ്സണ് അലട്ടുന്നുണ്ട്. ഇത് കിട്ടിയത് വലിയൊരു പ്രശ്നമായി എന്ന പോലെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. എന്താണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ? കാർഡ്സ് ഭാഗ്യത്തിന് താഴെ വീണില്ല.
ഈ പേഴ്സൺ ഭയങ്കര കഠിനാധ്വാനിയാണ്. ഒരു കർഷകനാണെങ്കിൽ നല്ലൊരു കർഷകനാണ്, ഒരു തയ്യൽക്കാരനാണോ, ആലയിൽ പണിയെടുക്കുന്ന ആളാണോ, എന്തായാലും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും പണിയെടുക്കുന്ന ഒരാളാണ് ഈ പേഴ്സൺ. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ബോണസ് കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും, വലിയ എമൗണ്ടൊന്നുമല്ല, എന്നാലും ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, കുറച്ചൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഈ പേഴ്സൺ. ഇനി കാർഡ്സൊന്നും വരുന്നില്ല. ഓക്കെ, ഇവിടെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രം ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ. ഈ പേഴ്സൺ ഭയങ്കര സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഇതെന്ത് ചെയ്യണം എന്നറിയില്ല. പിന്നെ കുറേ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, കൊടുക്കാനുള്ള ആളുകൾ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുന്നു. അവർ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഞാനിപ്പോൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും എന്ന് ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആരോടും പറയാതെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെച്ചേക്കാണ് ഈ പേഴ്സൺ കേട്ടോ. ഇപ്പോൾ ഈ പേഴ്സൻ്റെ കൺട്രോളിൽ അല്ല ആൾക്കാർ. പേഴ്സണ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യുക, അല്ലാണ്ട് പേഴ്സൺ പറയുന്ന പോലെ അവർ ചെയ്യണം എന്നില്ല. പിന്നെ ഒരു എംപ്രസ് ഉണ്ട്, അബണ്ടൻസ്. അപ്പോൾ ഇത് പേഴ്സൻ്റെ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം, വളരെ എന്താ ഉയർന്ന നിലയിലുള്ള ഒരാൾ. അപ്പോൾ ഈ പേഴ്സൺ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നത് ജോലി എടുത്തിട്ടാണ്, അവരുടെ ചിലവിലല്ല കഴിയുന്നത് കേട്ടോ. പിന്നെ സീക്രട്ടായിട്ട് വെച്ചേക്കാണ് കാര്യങ്ങൾ മൊത്തം. അപ്പോൾ ചിലപ്പോൾ ഇവർ ഒരു പേഴ്സൻ്റെ മനസ്സിലൊരു അങ്ങനെ വരുമ്പോൾ കുറച്ചൊരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ചാരിറ്റി തുടങ്ങണം, അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പിന്നെ അഗതി മന്ദിരം, അങ്ങനെയുള്ള ചിന്തകളും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാമിലിയിലുള്ളവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ പൈസ കിട്ടിയ കാര്യവും ഇത് ആർക്ക് കൊടുക്കണമെന്ന ചിന്തയും പേഴ്സൺ മനസ്സിൽ അടക്കി വെച്ചേക്കണം, ആരോടും പറയുന്നില്ല, ആരോടും ഡിസ്കസ് ചെയ്യുന്നില്ല, മനസ്സിലായി. അപ്പോൾ പൈസ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ പേഴ്സൺ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചിട്ടിക്കിട്ട പൈസ ആയിരിക്കും, തിരിച്ച് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ LIC പോളിസിയുടെ പൈസ മീൻസ് എന്തെങ്കിലും പോളിസി ചേർന്നതിൻ്റെ പൈസ കിട്ടിയതായിരിക്കാം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഈ പേഴ്സൺ പൈസ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത്? ഇതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷനും ഓവറോൾ എനർജിയും. എന്താണ് ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത്? എന്ത് കാര്യമാണ് ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത്? ഇതൊന്നും ആവണം എന്നില്ല ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത്. എല്ലാം കൂടെ വേണം, ഇതെല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടാമത് ഷഫിൾ ചെയ്ത് നോക്കാം. എന്താണ് ബ്ലൂ സെലക്ട് ചെയ്ത ഒരു പേഴ്സൺ മറച്ചു വെക്കുന്ന കാര്യം? പേഴ്സണ് തുറന്ന് പറയണം എന്നുണ്ട്, പക്ഷേ പറഞ്ഞാൽ പ്രശ്നമാകും, അതുകൊണ്ടാണ് പറയാത്തത്. ഈ പൈസ കിട്ടിയ കാര്യമൊന്നും അല്ല ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത്. ഇവിടെ ഒരു ശത്രുവുണ്ട്, പിന്നെ ഒരു ഓൾഡ് വുമണും ഉണ്ട്. ആ ഓൾഡ് വുമൺ ആയിരിക്കാം ഈ എംപ്രസ് ആയിട്ട് കാണുന്നത്, മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതോ നിങ്ങളുടെ പേഴ്സൺ ഈ ഓൾഡ് വുമണോ ഓൾഡ് മാനോ ആരെങ്കിലും ആണോ? നോക്കട്ടെ. കാർഡ് വീഴുന്നില്ല. എന്താണ് മറച്ചു വെക്കുന്നത്? ബ്ലൂ സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ എന്താണ് മറച്ചു വെക്കുന്നത്? 7 ഓഫ് വാൻഡ്സ് അപ്രൈറ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്തേക്കുകയാണ്. ഈ പേഴ്സണ് വേറൊരു മാരേജ് നടന്നിട്ടുണ്ടോ ലൈഫിൽ? വേറൊരു ഭാര്യയോ ഭർത്താവോ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ഡെവിൾ എനർജി കാണിക്കുന്നുണ്ട്. ഒബ്സെസ്ഡ് ആണ് ഈ പേഴ്സൺ, ആരോ ആയിട്ട് ഒബ്സെസ്ഡ് ആണ്. പിന്നെ ഇതൊരു എക്സ് ആണ്, പേഴ്സൻ്റെ എക്സ് ആണ്. അപ്പോൾ എക്സിനും കുട്ടികളുണ്ടെങ്കിൽ അതും. അപ്പോൾ ആ ഒരു എക്സ്, ഈ മാരേജ് തകർന്നു പോയ മാരേജാണ്, മനസ്സിലായി? നിങ്ങൾക്കറിയാമോ ഈ പേഴ്സൺ നേരത്തെ വിവാഹം കഴിച്ച് കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, അല്ലെങ്കിൽ കുട്ടികളും ഭർത്താവുമുള്ള ആളാണെന്ന് അറിയാമോ? അപ്പോൾ പേഴ്സൺ ആ സിറ്റുവേഷൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാരണം എന്ന് വെച്ചാൽ ആ പേഴ്സൺ ആ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇറങ്ങിപ്പോൾ. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വിവാഹം കഴിക്കാതെ നിങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് നിങ്ങളുമായിട്ട് രണ്ടാമത്തെ വിവാഹ ജീവിതമോ അറിയില്ല എത്രാമത്തെയാണ്. എന്തായാലും ഈ പേഴ്സൺ എക്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്.
സോറി. അപ്പോൾ നിങ്ങളിൽ നിന്ന് പറയാതെ മറച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ്. ആ പേഴ്സൺ തന്നെ അത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ഇപ്പോഴായപ്പോൾ ആ പേഴ്സണ് ആ ചിന്തകൾ വരുന്നുണ്ട്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ കഷ്ടകാല സമയത്ത് ഈ പേഴ്സൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഈഗോ എല്ലാം കൊണ്ടിട്ടാണ് അത് ഉപേക്ഷിച്ച് പോകുന്നത്. അവിടെ ഒരു വളരെ സക്സസ്ഫുള്ളായ ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ ഈ പേഴ്സൺ അവിടെ എന്തോ ഒരു പിശാച് കൂടിയ പോലെ ഈ പേഴ്സൻ്റെ മേത്ത് അങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്. അവരെ അബാൻഡൻ ചെയ്താണ് ഈ പേഴ്സൺ. അത് പക്ഷേ വളരെ ഒരു നെഗറ്റീവ് തോട്ടായിട്ട് ഈ പേഴ്സണിൻ്റെ മനസ്സിലിപ്പം പേഴ്സണെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യമാണ് നിങ്ങളോട് പറയാത്തത്. എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയാത്തത്? അണ്ടർസ്റ്റുഡ് ആണ്, എന്നാലും ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ഈ ബ്ലൂ സെലക്ട് ചെയ്തവരോട് പറയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ബ്ലൂ സെലക്ട് ചെയ്തവരോട് പറയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യം ബ്ലൂ സെലക്ട് ചെയ്തവരോട് പറയാത്തത്? എന്തുകൊണ്ടാണ് പറയാത്തത്? ഇതിനൊരു ഉത്തരം തരണേ. നിങ്ങൾ എന്തുകൊണ്ടാണ് ബ്ലൂ സെലക്ട് ചെയ്തവരോട് നിങ്ങളുടെ എക്സിനെ കുറിച്ച് പറയാത്തത്? നിങ്ങളുടെ ഇവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഇവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരുന്നു ഇവർ ഒരിടയ്ക്ക്, കേട്ടോ. മജീഷ്യൻ റിവേഴ്സാണ്. ഇവർ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളോട് പറയാത്തതിന് നിങ്ങൾ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരിക്കാം. അതുപോലെ തന്നെ അതുപോലെ നിങ്ങൾ ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സീൻ ക്രിയേറ്റ് ചെയ്യും. സീക്രട്ടായിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പേഴ്സൺ പറയാത്തത്. അപ്പോൾ പൈസ കിട്ടിയത് കുറച്ച് ഇവർ ഈ എക്സിനും കൂടെ കൊടുക്കണം, കുട്ടികളുണ്ടെങ്കിൽ അതിനും കൂടെ കൊടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു പൊട്ടിത്തെറി ഉണ്ടാക്കും ഇവിടെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിൻ്റെ ജീവിതത്തിൽ പിന്നീട് വന്ന ആളാണ്, മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്തോ ഒരു കാര്യം എന്താ പറയുക, ആക്സിഡൻ്റലി നിങ്ങൾ തമ്മിൽ വന്നു ചേർന്നതാണ് കേട്ടോ. പേഴ്സൺ എന്തിനോ വേണ്ടി എവിടെയോ പോയപ്പോൾ എന്തെങ്കിലും ഫോറിൻ കൺട്രിയിൽ ജോലിക്കോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ജോലിക്ക് എന്തെങ്കിലും അന്വേഷിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു എത്തും പിടിയില്ലാതെ ഇങ്ങനെ നടന്നപ്പോഴായിരിക്കാം നിങ്ങൾ വന്ന് കയറിയത് ഈ പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ നിങ്ങളൊരു ന്യൂ ലവ് ആയിട്ടാണ് വന്ന് കയറിയത്. അത് കഴിഞ്ഞ് വിവാഹം. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ അതുപോലെ നിങ്ങൾ ഭയങ്കര മൂഡിയാണ്. നിങ്ങളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് ഈ പേഴ്സണ് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പേഴ്സൺ. പിന്നെ ഈ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറഞ്ഞാൽ മെയിനായിട്ട് പ്രശ്നം നിങ്ങളോട് പറയാത്തതിന്, നിങ്ങളുടെ സ്വഭാവം ഈ പേഴ്സണ് ശരിക്കും അറിയാം. അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇൻസൾട്ട് ചെയ്യുക, ഹേർട്ട് ചെയ്യുക, പിന്നെ ചതിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്ന ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താവുമെന്ന് ഒരു പിടുത്തമില്ല പേഴ്സൺ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാത്തത്, കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പാസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ അറിയാത്തൊരു പാസ്റ്റാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനായ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനായ്. ഇവിടെ ഭയങ്കര ഫിയറി പാഷനാണ് നടക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ. Taurus, Libra, Leo. Aries, Leo, Sagittarius, Aquarius, Libra, Gemini. Taurus, Virgo, Capricorn. Aquarius, Libra, Gemini. Taurus, Virgo, Capricorn. Taurus, Virgo, Capricorn. Aries, Leo, Sagittarius. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ഗ്രീൻ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ്. ഫൈനൽ റീഡിംഗ് ആണ് ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ്. കർക്കിടകം 1 ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴയുടെ കാര്യം?
എന്നുവെച്ചാൽ കർക്കിടക മാസത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മഴ നിൽക്കില്ല, മനസ്സിലായി. ഓരോ മഴക്കാലത്തും അതുപോലെ കർക്കിടകം എന്ന് പറഞ്ഞാൽ പഞ്ഞ കർക്കിടകം എന്നാണ് പറയുക. എല്ലാവരും നെല്ലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ശേഖരിച്ച് വെച്ചിട്ട് ആ മാസങ്ങളിലൊന്നും ആർക്കും, പിന്നെ ഉള്ളത് ചിങ്ങത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ കർക്കിടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ശേഖരിച്ച് വെക്കുന്നതാണ് പിന്നെ യൂസ് ചെയ്യുന്നത്, മനസ്സിലായോ. അപ്പോൾ ആ ഒരു പക്ഷേ അതെല്ലാം മാറി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മഴ പെയ്യുന്നത് പോലും, മഴ ദൈവം 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത് 2 ദിവസം മഴ ഉണ്ടാവില്ല, മനസ്സിലായി. ദൈവം പോലും ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു നോട്ടമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് നടത്തി തരുന്നുണ്ട്. അത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും, നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമുക്ക് നിരാശ വരും. പക്ഷെ നമ്മൾ ചോദിക്കാത്ത എന്തോരം കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ടെന്ന് നമുക്കൊരു ബോധവുമില്ല. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, മനസ്സിലായോ ഭഗവാനെ. ഇവിടെ ഞാൻ കാർഡ്സ് എടുത്തത് ഒരു കുളമായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഭഗവാനെ, അതുകൊണ്ടാണ് ഞാൻ കാർഡ് താഴെ വീഴണമെന്ന് പറയുന്നത്. കാരണം താഴെ വീണ് കഴിഞ്ഞാൽ കൃത്യമായ കാർഡാണ് വരുന്നതെന്ന് നമുക്കറിയാം. അല്ല, ഇത് മറിഞ്ഞ് വരുന്നുണ്ടോ? എന്നെ ഇട്ട് പട്ടാക്കുകയാണ് ഭഗവാൻ. കുഴപ്പമില്ല, ഇതൊക്കെ എന്ത് പട്ടാക്കുക. ഓറക്കിൾ മെസ്സേജ് ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഓം. അപ്പോൾ യൂണിവേഴ്സൽ സൗണ്ടാണ് ഓം എന്നാണ് പറയുന്നത്. ഓം പ്രകമ്പനം കൊള്ളുന്ന സൗണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഓം എന്നുള്ള ശബ്ദം മീൻസ് ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ക്രൗൺ ചക്ര തുറന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി നമ്മുടെ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്. ഇനി നമ്മൾ ഭൗതികമായ മെസ്സേജസാണ് നോക്കുന്നത്. എൻ്റെ ഒരു പൂച്ചക്കുഞ്ഞ് മിനിഞ്ഞാന്ന് ചത്തുപോയി. മിനിഞ്ഞാന്നല്ല, ഇന്നലെ ചത്തുപോയി. അവൻ്റെ പേര് ടൈനി എന്നായിരുന്നു. അപ്പോൾ എൻ്റെ ട്യൂഷൻ, ഞാൻ മുമ്പ് ട്യൂഷൻ എടുക്കുമായിരുന്നു. ആ ട്യൂഷൻ കുട്ടി ചോദിച്ചു, ഇവൻ വലുതാവുമ്പോൾ ഇവൻ എന്ത് പേര് മാറ്റേണ്ടി വരില്ലേന്ന് ചോദിച്ചു. ഇപ്പം ഇനി മാറ്റണ്ട അവൻ്റെ പേര്. അവൻ ടൈനി ആയിരിക്കുമ്പോൾ തന്നെ അവൻ ചത്തുപോയി. കറുത്ത പൂച്ചക്കുഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന വൈഫ് ലോർഡ് ഡെസ്പെയർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിരാശ, ഭാര്യയുടെ ഒരു കാർഡ് കിട്ടി, ഭാര്യയും കുഞ്ഞും, പിന്നെ ലോർഡ്, പിന്നെ ഒരു നിരാശയുടെ കാർഡാണ്. 3 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവും ആർക്കാണ് റെസനേറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവും ഇതെന്ത് കാർഡാണെന്ന്. ഓക്കെ, എന്താണ് ഇങ്ങനെ വന്നേക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് മറച്ചു വെക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് മറച്ചു വയ്ക്കുന്നത്. എല്ലാ കാർഡും നെഗറ്റീവാണോ നോക്കിയത്? അല്ല, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതാണല്ലോ ജീവിതം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിത് മറച്ചു വയ്ക്കുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. കാർഡ്സ്
കുഴപ്പമില്ല, 3 കാർഡാണ് വരുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ് റിവേഴ്സും ഫൂൾ കാർഡ് റിവേഴ്സും വീൽ ഓഫ് ഫോർച്യൂണും. അപ്പോൾ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ച് വരും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിനെ സമ്മതിക്കുന്നില്ല. ഈ പേഴ്സൺ ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചേഞ്ച് ഇമ്മിനൻ്റ് ആണ്, ഇത് വരാൻ പോകുന്നുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. പക്ഷേ മാക്സിമം ഈ പേഴ്സൺ ഈ ചേഞ്ച് വരാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ചേഞ്ച് വരാൻ സമ്മതിക്കില്ല എന്ന മട്ടിൽ ബലം പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ അതിനൊരു ഇനീഷ്യേഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കണം, അതിനൊരു ഉത്തരവാദിത്വം എടുക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങണം, എന്നാലേ ഈ ചേഞ്ച് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കാര്യം തുടങ്ങില്ല ഞാൻ എന്ന വാശിയിലാണ് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത്? എന്തോ കാര്യത്തിൽ പൈസീസ് ആണ് കാണിക്കുന്നത്. പൈസീസ്, നിങ്ങളുടെ പേഴ്സൺ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ വെയിറ്റിങ്ങിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ ചേഞ്ച് വരണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആക്ഷൻ എടുക്കാതെ ബലം പിടിച്ചിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ബലം പിടിക്കണമെന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ലവ് സിറ്റുവേഷൻ ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇതൊരു വളരെ ഇതൊരു എന്താ പറയുക, ഇത് നൈറ്റ് ഇൻ ഷൈനിങ് ആർമർ എന്ന് പറയും. ചില ദുരിതത്തിൽ കിടക്കുന്ന സ്ത്രീകളെ രക്ഷിക്കുന്നതാണ് നൈറ്റ് ഇൻ ഷൈൻ. ഒരാളിങ്ങനെ നമ്മൾ ഹിന്ദി സിനിമയിലൊക്കെ കാണുമല്ലോ, ഇങ്ങനെ കൊള്ളക്കാരെ സ്ത്രീയെ പിടിച്ച് വെക്കുമ്പോഴത്തേക്ക് ഒരു ഹീറോ വന്നിട്ട് അവരോടെല്ലാം ഫൈറ്റ് ചെയ്ത്, അതുപോലത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. ഭയങ്കര ഒരു ഫ്ലൈറ്റി എനർജിയാണ്, മനസ്സിലായോ? എന്നുവെച്ചാൽ ഈ ഒരു നായികയെ മാത്രമല്ല ഈ പേഴ്സൺ ഹെൽപ്പ് ചെയ്യുക. ഏത് നായികമാർ ഇതിലേക്ക് നിന്നാലും പ്രശ്നത്തിൽ പെട്ടാലും ഈ നൈറ്റ് ഇടപെട്ട് അവരെ രക്ഷിക്കുമെന്നാണ്. അപ്പോൾ പല നായികമാരുള്ള ഒരു എനർജിയാണിത്. അപ്പോൾ കാണുന്നത് പോലെ പെരുമാറുന്ന ഒരാളാണിത്. ഒരു സ്ഥിര സ്വഭാവം ഇല്ലാത്തൊരു ക്യാരക്ടറാണ് പേഴ്സൺ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം. പേഴ്സൻ്റെ അറ്റൻഷൻ ആരിലോ ഉടക്കിയിട്ടുണ്ട്. അതാണ് സ്റ്റക്ക് എനർജി കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് എത്താനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അവരിങ്ങോട്ട് എത്താൻ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അയച്ചിട്ടുണ്ടാവും, അതിൻ്റെ റെസ്പോൺസ് വന്നിട്ടില്ല. അപ്പോൾ എന്തോ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ. ചിലപ്പോൾ രണ്ടും കൽപ്പിച്ച് ആ സിറ്റുവേഷൻ അന്വേഷിച്ച് പോകാനായിരിക്കാം, മനസ്സിലായോ? അതിനൊരു മെൻ്റൽ ക്ലാരിറ്റി വേണം, എന്താണ് ചെയ്യേണ്ടത്, പ്ലാനിങ് വേണം, മനസ്സിലായോ? ഇനി പുതിയ ഐഡിയാസ് വേണം. ചെയ്തതൊക്കെ ഇപ്പോൾ അത് ഒരു എന്താ പറയുക, പല കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതങ്ങോട്ട് ശരിയാവുന്നില്ല, ക്ലിക്കാവുന്നില്ല. അപ്പോൾ പുതിയ ഐഡിയാസ് വെച്ചിട്ട് ഇത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, മനസ്സിലിട്ട് ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. എന്നാലും അത് പ്രാക്ടിക്കലിലേക്ക് വന്നിട്ടില്ല, മനസ്സിലായോ? അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്തോ ഒരു സിറ്റുവേഷൻ ഇങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിനു മുമ്പ് ആക്ഷൻ എടുത്താൽ ആ സിറ്റുവേഷൻ മാറും. വേറൊരു ഒരു ചേഞ്ച് ലൈഫിൽ വരും. അതിന് റെസിസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു സിംഗിൾ എനർജി ഉണ്ട് കേട്ടോ. ഈ എനർജി പുറംപോച്ച് കാണിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കുറേ കാഴ്ച പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ്.
നിങ്ങളിൽ പേഴ്സണൽ ലൈഫിൽ ഒരു സിംഗിൾ എനർജി ഉണ്ട്. ആ സിംഗിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ യൂസ് ചെയ്തിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത്. സ്വയം ജോലിയൊന്നും എടുക്കില്ല, പക്ഷെ അവരുടെ സൗന്ദര്യം കാണിച്ചും അവരുടെ സംസാരത്തിൽ മറ്റുള്ളവരെ വീഴ്ത്തിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടംപോലെ പൈസ അവർക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. പേഴ്സൺ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, ഇവർ ശരിയല്ല എന്നൊരു ബോധം ഉണ്ടെങ്കിലും അവർ ഈ പേഴ്സണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ പേഴ്സണ് ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ തലകുത്തി വീഴും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പെണ്ണായാലും ആണായാലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കൊണ്ടിട്ടാണ് ഈ തേർഡ് പാർട്ടി ആവാനാണ് വഴി. ഇവർ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രായത്തിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം സിംഗിൾ എനർജിയാണ്, യങ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു വളരെ മെച്യൂർഡായ ഒരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരിയാണ്. ഇഷ്ടംപോലെ പണമുണ്ട്, ഭയങ്കര സക്സസ്ഫുള്ളായ ഒരാളാണ്. ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളുമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇതിലൊരു എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരു വിഡ്ഢിയായ സ്ത്രീയോ അല്ല, പുരുഷനോ അല്ല. കാരണം ഈ ചക്രവർത്തി ആവാൻ അല്ലെങ്കിൽ ഇത്രയും വലിയ പൈസ ഉണ്ടാക്കാൻ, ഇത്രയും വലിയൊരു കമ്പനിയുടെ ഉടമയാണ്, അല്ലെങ്കിൽ ഇത്രയും ആസ്തിയുള്ള ഒരാളാണെങ്കിൽ അയാളൊരു ചില്ലറക്കാരനായിരിക്കില്ലല്ലോ. അവിടം വരെ എത്തിയില്ലേ. അപ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ അറിയാം, നിങ്ങളുടെ പേഴ്സണ് കാര്യങ്ങൾ അറിയാം. പക്ഷെ അത് അനുവദിച്ചു കൊടുത്തേക്കാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്നോട് കണക്ഷൻ വെക്കണം എന്നൊരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ പേഴ്സൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാലഞ്ചായിട്ടാണ് ഈ തേർഡ് പാർട്ടി എടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ കൊടുക്കുക, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര സീക്രട്ടായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ വിചാരം തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും, സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സഡൻ ചേഞ്ച്, ടവർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? ഇവർ തമ്മിലൊരു ടവർ മൊമെൻ്റ്, ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഫ്രണ്ട്സ് ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഫ്രണ്ട്സൊക്കെ അറിയാൻ ഇടവന്ന്, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇതിനെക്കുറിച്ച് അറിയാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ബഹളം ഉണ്ടാവും എന്നറിയാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. കാരണം ഇതിനു മുമ്പ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര വിശ്വാസമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞപ്പോൾ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകും അവരെ വിശ്വസിക്കേണ്ട, നമ്മളുടെ സന്തോഷം കണ്ടിട്ട് അസൂയ മൂത്തിട്ട് അവരുണ്ടാക്കി പറയുന്നതെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സൺ ഇത് അറിഞ്ഞിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇത് നിങ്ങൾ കേൾക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളോട് ഇത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞ ശരിയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു അടിപിടി ഉണ്ടാവും. ഈ പേഴ്സൺ ഏത് വിധേനയും ഈ അടിപിടി ഒഴിവാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ കാര്യം മറച്ചു വെക്കുന്നതും ഒരു വിധത്തിലും നിങ്ങൾ അറിയാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു ടൈം പാസ്സാണ്. ഒരു യങ് എനർജി ലൈഫിലുള്ളത് നല്ലതാണെന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് അണ്ടർസ്റ്റുഡാണ് എന്തുകൊണ്ടാണ് എന്നാലും ചോദിച്ചു നോക്കാം. എന്തുകൊണ്ടാണ് ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ ഈ കാര്യം അവരോട് പറയാത്തത്? എന്തൊക്കെ തരത്തിലുള്ള ജീവിതമാണല്ലേ? ഇത് കണ്ടോ, കള്ളത്തരമാണ്. ഇതൊരു ചതിയും വഞ്ചനയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. നിങ്ങളെ വഞ്ചിക്കുകയാണ്, നിങ്ങളെ ചതിക്കുകയാണെന്ന് ഈ പേഴ്സണ് അറിയാം എന്താണ്. പക്ഷേ നിങ്ങളത് പിടിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പൊക്കോളും. ഒരു സമാധാനമുണ്ട് ഇവിടെ. നിങ്ങളത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ഇതിന് പ്രൂഫ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പേഴ്സണെതിരെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഒരു പ്രൂഫും വെക്കാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മനസ്സിലായി? ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ ഇത് അബാൻഡൻ ചെയ്യും. തൽക്കാലത്തേക്കുള്ള ഒരു ആവശ്യമാണ്. എൻ്റെ പപ്പിക്കുട്ടി അച്ഛോ, എൻ്റെ പൂച്ചിക്കുട്ടി വന്നിട്ടുണ്ട്. ഇവളൊന്ന് തുറന്നു വിട്ടേക്കട്ടെ കേട്ടോ, അവൾക്ക് പിള്ളേരുണ്ട്. അവൾ പുറത്തു പോയിട്ട് വന്നതല്ലേ, അപ്പോൾ അവളുടെ പിള്ളേരുണ്ട് അവിടെ. അതൊരു പൊട്ടിപ്പൂച്ചയാണ് ആ പൂച്ച.
ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കാർഡാണ് നിങ്ങളുടെ റീഡ് ചെയ്യുന്നത്. സോറി, ഗ്രീൻ സെലക്ട് ചെയ്തവരാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയാത്തതെന്നാണ്. അപ്പോൾ 7 ഓഫ് സ്വേർഡ്സ് ആണ് വന്നത്. 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്നീക്കി എനർജിയാണ്. 2 വഞ്ചിയിൽ കാല് വെച്ചിരിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ഒരു തരത്തിലും പിടി തരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ എന്താണ് പറയാത്തതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ വഴക്കുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമുക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടിയതാണ്. എന്നാലും പിന്നെയും ചോദിച്ചപ്പോൾ പറയുന്നത് 2 വഞ്ചിയിൽ കാലം. പക്ഷേ ഇത് ഈ പേഴ്സൺ കുറേ കഴിയുമ്പോൾ ഈ സിറ്റുവേഷൻ അബാൻഡൻ ചെയ്യും. അപ്പോൾ അന്ന് നിങ്ങളോട് ഈ കാര്യം പറയും. ഇപ്പോൾ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട്. ഇത് തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ അങ്ങനെയായിരിക്കും. പല റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതെല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങളോട് വന്ന് സത്യം തുറന്നു പറയുന്ന ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇതും പറയാതിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ അബാൻഡൻ ചെയ്യില്ല, തേർഡ് പാർട്ടിയെ അബാൻഡൻ ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ഇതിൻ്റെ സത്യം മുഴുവൻ നിങ്ങളോട് വന്ന് കൺഫെസ് ചെയ്യും. ഇതാണ് പേഴ്സൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം പറയാത്തത് കേട്ടോ. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ലിയോ, ക്യാൻസർ, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Pisces, Cancer, Pisces, Scorpio, Aquarius, Taurus, Leo, Aquarius, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻ കണ്ടത്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവം സന്തോഷവും സമാധാനവും സമൃദ്ധിയും തരാൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് നിർത്തുകയാണ്. അപ്പോൾ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ് എല്ലാ കാര്യത്തിലും കേട്ടോ. ബൈ ബൈ.